എന്താ ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ? വല്ലതും നടക്കുന്നുണ്ടോന്നോ? നിങ്ങൾ രാവിലെ പ്രശ്നം നമ്മുടെ കറങ്ങി നടക്കാം. നിങ്ങളിവിടെ മത്സരങ്ങളൊന്നും നടക്കുന്ന കണ്ടില്ല. ഒന്നുമില്ലെങ്കിൽ ആ പാട്ടെങ്കിലും വെറുതെ വെച്ചൂടെ? അവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്ത് മത്സരം? മോണാക്ട് കഴിഞ്ഞു, മിമിക്രി നടന്നുകൊണ്ടിരിക്കുക. മോണാക്ട് കഴിഞ്ഞു. മോണാക്ട് കഴിഞ്ഞ? എടാ മോണാക്ടിന് ശശിയുടെ മോന് കൊടുത്തായിരുന്നു, അവനൊരു ഫുള്ള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അത് പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങളകത്ത് ഇടപെടരുത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളകത്ത് ഇടപെട്ടിട്ട് ലബിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇതങ്ങോട്ട് കുത്തിക്ക്. നിങ്ങൾ കാര്യങ്ങൾ നടത്തിച്ചല്ലേ? അതെ. അടുത്തത് എന്തു മത്സരം നടക്കാൻ പോണേ? കുച്ചിപ്പുടി. എന്റെ മോനില്ലേ സുമേഷ്, കുച്ചിപ്പുടിക്ക് അവന്റെ ചെസ്റ്റംബർ അയ്യോ അതറിഞ്ഞില്ല. അവന്റെ കാലം കുപ്പിച്ചില് കൊണ്ടോ? കുപ്പിച്ചില് കൊണ്ടവനെ കുച്ചിപ്പുടി കളിക്കും. അല്ല അവൻ കളിച്ചില്ലല്ലോ, അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തില്ല. അങ്ങനെ പകരാൻ പറ്റത്തില്ല. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അവന്റെ കാലം കുപ്പിച്ചില് കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നാ അവൻ കളിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കല്ലേ നീ. ഈയിടെ ഇറങ്ങി വന്ന കമ്മച്ചോൻ പറ കേട്ടോ. നീ എന്നെ മൂപ്പിക്കാനൊന്നും നിൽക്കല്ലേ. പകരത്തിന് കളിയൊന്നുമില്ല ഇവിടെ. പകരത്തിന് കളിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ നീ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നും അല്ലെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത്. മോനെ നീ ആ ചെസ്റ്റം തരത്തില്ലെന്ന് ഞാൻ നോക്കിക്കോ. നീയൊക്കെ നെറ്റ് കിട്ടിക്കോ. എല്ലാം കിട്ടും. ഞാൻ ഈ ഇവിടുത്തെ മെമ്പറാണ്, ഈ ക്ലബിന്റെ മെമ്പറാണ്. ബൈജു ഇവിടെ കുച്ചിപ്പുടി കളിക്കില്ല. ബൈജു ഇവിടെ കളിക്കത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു കളിക്കൂ. കളിക്കത്തില്ല. ഓ നീ നോക്കിക്കോ മോനെ. കാണിക്കാം. കാണാം. 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 കാണിച്ചു തന്നാ മതി. ഒന്ന് പോരാ അവിടുന്ന്. പിന്നെ കാണിക്കാം. കള്ളം പിടിച്ചോണ്ട് ആവശ്യമില്ലാത്ത കേസിട്ടായിട്ട് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ ടോറന്ത് രാവിലെ ഇറങ്ങിക്കോളും. സാർ അത് നോക്ക്, ഞാൻ ഇവിടെ എഴുതട്ടത്. മണിരഞ്ജിത പാദാചായ കാളമേഘ സദൃശ ദിവ്യരൂപായ സർപ്പഗർവ ശമനായ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രീകൃഷ്ണായ തുഭ്യം നമഃ.
പാലഹരേ ജയമീനരൂപ ജഗദീശ ഹരേ ചോണി ഉത്തര കാരണ കാരണ കച്ചവ ശരീര രൂപ ഹരേ ഹിരണ്യാക്ഷ നിരന അവതാര സൂദര രൂപ വരദനരേ പ്രസാദ വര ചരണ വര സുന്ദരൂപ ത്രൈലോക്യ രക്ഷണ ശിക്ഷണ കാരണ വാമനവതാര രൂപധരേ രഘുകുല താരക പോഷണരേ ജയ ക്ഷത്രിയ നാശകാരേ യാദവ കുല സംബോധിത നായക കൃഷ്ണദേവ പിതനയ കൃഷ്ണ ഹരേ സുന്ദരലീല നരനവിലാക ഗിരിഗിരി പാദ പുല്ലവകരണ സരിമപ ശ്രീമപനി സാരി പനി പമ മമ രെ മരി ശ്രീമപനി മാവനി ഇവനെ ഇത് ഞാൻ കൊല്ലും. തോന്നുവസാണ് കാണിക്കുന്നത്. എല്ലാം തോന്നുന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ എന്തുകൂടെ കിടന്ന് കാണിക്കുന്നത്? ഞാൻ കുച്ചിപ്പൂടി കളിച്ചതാ. എന്റെ മോന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുച്ചിപ്പൂടി കളിക്കുന്നത്. മോന്റെ അഭിമാനം ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ കുച്ചിപ്പുടി കളിക്കുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ അപമാനം ഉണ്ടാക്കി. നീ ചെസ്റ്റ് നമ്പർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലടാ തരാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ ഒന്നും എനിക്ക് വേണം. ഞാൻ ചെസ്റ്റ് നമ്പർ പോലും ഇല്ലാതെ ഇവിടെ കളിക്കാം. ആരും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയാണോ കുച്ചിപ്പുടി കളിക്കുന്നത്? ഇങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ എന്താ ഈ കുച്ചിപ്പൂടിക്ക് കുഴപ്പം എന്താ? ഇത് എന്ത് കുച്ചിപ്പുടിയാണോ? പാത്രത്തിൽ കളിക്കുന്ന ഇങ്ങനാണോ? ഇതെന്ത് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ടാ. കണ്ടോ? മനസ്സിലായി? അത് ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന പാത്രമല്ലേ. ഞാൻ പ്രായമായതുകൊണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന്. എടാ കുച്ചിപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം. ചേടാ ആ പാത്രം എനിക്ക് ചേരത്തില്ല. ആ പാത്രം ശരിയാത്തോണ്ടല്ലേ. എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇവിടെ കളിച്ചാ മതി. അത് മതി അത് മതി. എന്നാ? ഓ, എടാ പാത്രം ശരിയാക്കിട്ട് കളിച്ചാ മതി എന്ന്. പാത്രം ശരിയാക്കിട്ട് അടിക്കും ഞാൻ. പാത്രം ശരിയാക്കിട്ട് കളിച്ചാ ഇറങ്ങി മതി. പോടാ. എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജൂടൊരു പൊളിക്കും മോനെ. ആ പൊയ്ക്കോ, പൊയ്ക്കോ, തള്ളല്ലേ? പൊക്കോടാ അവിടുന്ന്. ഓ പിടക്കും ഞാൻ പറഞ്ഞേക്കാം. പോകാം. ഉച്ചപ്പടി ഒന്നും ആർക്കും സൂചിക്കുന്നില്ലോ. നല്ല കൂലിയാക്കാം. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്കത് ചെയ്യാൻ പറ്റില്ല. നീ കസേര നിന്നിട്ട് പൊക്കോണം. ഞാൻ എന്നാ ചെയ്യുന്നേ പറഞ്ഞു. നീ ആരാണ് അവനാ ചെസ്റ്റ് നമ്പർ കൊടുത്തത്? ആ ബൈജുവിന്. എന്റെ പൊന്നേട്ടാ ഞാൻ ബൈജുവിന് ചെസ്റ്റ് നമ്പർ ഒന്നും കൊടുത്തില്ല. പിന്നെ? അവൻ തന്നെത്താൻ എഴുതിക്കൊണ്ട് വന്ന് കയറിയതാ. ആണല്ലേ? ആ. എന്തൊരു എന്നാ ബഹളം അവിടെ കിടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചെവിക്കലടിച്ച് പറിക്കും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ അല്ല ആ ബൈജുവിന്റെ. നമ്മളല്ലേ മുമ്പ് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്റെ പൊന്നെ പിന്നെ ആ സ്റ്റേജിൽ കയറി കിടന്ന് ബഹളം വെക്കുക. അങ്ങോട്ടൊന്ന് വന്നേ. ഞാനും കൂടെ വരുവാ. ഇന്ന് അവനെ കുച്ചിപ്പടി കളിപ്പിക്കാം. ഇവനെ ഇനി ഞങ്ങൾ ശരിയാക്കാം. കുച്ചിപ്പുടി എന്ന് പറഞ്ഞ് നിന്നെ ഏരിയ കണ്ട കേട്ടോടാ. വാ. ഈ കുച്ചിപ്പുടി കളിക്കണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലെന്ന്. അല്ല, വിചാരിക്കത്തില്ലേ? അതെ. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അതെ, സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി. അല്ലെങ്കിൽ അറിയാലോ. ഹലോ. പറ. താനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടിങ്ങ് വാ. സാറേ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? സാറ് ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു. സാറ് ചാർജ് എടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഇവിടെ 300 പരാതികളായി. ഇടോ, നല്ല നല്ല SI-മാര് ചാർജ് എടുത്തു കഴിഞ്ഞാൽ 300 അല്ല, ചിലപ്പോ 3000 പരാതി വന്നിരിക്കും. അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ? എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ച് നാട്ടുകാർക്ക് എന്താ എത്ര പരാതി? സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു. എന്റെ പൊന്ന് സാറേ, വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറെന്തിനാ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം? എടോ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എടോ, നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വലിയ ആൾക്കാർ അഴിമതി കാണിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും. അതാണ് എന്റെ ഒരു രീതി. അങ്ങനെ വലിയരെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നത്. ഹലോ. ഓക്കെ, റെഡിയാക്കാം. ഓക്കെ, ശരി. ഇതെന്താ സാർ ഇത്? ഇത് ഡയറി. അതിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത്? സാർ ഒന്ന് മനസ്സിലാക്കണം. ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത്? ഉറുഗ്വേയിൽ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ? അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത്. സാറിനറിയോ, ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയതയോ എനിക്കൊരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു? എങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ. അനാവശ്യം പറയരുത്. അതെന്താ? ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ ഇവിടുത്തെ ലോക്കലാന്ന് മനസ്സിലായി, പക്ഷെ നേതാവാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതെ, നേതാവ് തന്നെയാണ്. ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു SI-യും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അറിയോ? അതെന്താ? സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത്? സാർ അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു SI-യും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. സാർ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നതിന്റെ ഉദ്ദേശം, എന്റെ ഒരു പയ്യൻ മിസ്റ്റർ ബൈജു, അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അത് ശരി. ഞാഞ്ഞൂല് പൊല്ലിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല. ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ്. എടോ, തടത്തിൽ ദിനേശ, എന്താ തന്റെ ബൈജുവിനെ ഇവിടെ പിടിച്ചോണ്ട് വന്നതിന് അവൻ കാണിച്ച തോന്നിവാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ? എന്താ? അവനെ ഇവിടെ പിടിച്ചോണ്ട് വന്നപ്പോ അവന്റെ അരയിൽ ഒരു പൈന്റ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന 2 പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റായി പോയി. അതിനവൻ ചാവിയെടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് 3 പ്രതികൾ ഒളിച്ചോടിപ്പോയി. അതിനാരും ഉത്തരവാദിത്വം പറയും? അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സമാധാനം ഉണ്ടാക്കാം. താൻ പോയി അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോടും. ഓക്കെ സാർ. അതായത് സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല. അവൻ മദ്യപിച്ച് മതോന്മത്തനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിളാന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ്. റിയലി അവൻ നിരപരാധിയാണ്. അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ തന്നെ ഇരിപ്പുണ്ട്. എടാ, നിനക്കൊരു പേടിയില്ലേ? ഞാൻ എന്നോടത്ത് നീ പറ. എടാ, SI നിന്റെ മേത്ത് മറിഞ്ഞു വിട, നീ ചത്തുപോകും. ഒരു കാര്യം കേൾക്കണേ, ഞാൻ എപ്പോഴാ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? എടാ, നിനക്കൊരു ഓർമ്മയില്ല? നടന്ന ഓർമ്മയില്ലെന്നോ? കിടന്ന് ഉറങ്ങിക്കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താന്ന് ചോദിക്കുന്നു. ആരെടുത്തു വന്ന് പറഞ്ഞ നടന്നേ. ഇങ്ങോട്ട് പറയണം. എന്തോന്നാ ഇത്? സാറ് പുതിയ സാറാ? മറ്റേ സാറ് പോയോ? മറ്റേ സാറൊക്കെ പോയി. ദിനേശ, എന്താടാ ഇവിടെ? ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ. എന്നെ? അവിടെ സാറ് പറഞ്ഞ ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ മോഷിച്ചോണ്ടൊന്ന് പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ. മനസ്സിലായടാ നിനക്ക്? എടാ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ നീ മോഷിച്ചോണ്ട് പോകുന്നു ഒരു പരാതി കിട്ടിട്ടാ നിന്നെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. നിനക്കറിയാവോ? ഹീറോയുടെ? നീ ഹീറോയുടെ സൈക്കിള്? എന്റെ പൊന്നു സാറ്, ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്ത് പോലും ഇല്ല. നിനക്ക് വെള്ളടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ? നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിവാസം കാണിച്ചെന്ന് നിനക്കറിയാവോ? ഞാനോ? ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിവാസം കാണിക്കാം, തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിവാസം കാണിക്കാം. ഈ ഞാൻ 2 ബെഗടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിവാസം. നീ ബെഗടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ, നീ ഈ സ്റ്റേഷന്റെ ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോടാ. എടാ, സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ നീ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോ? അത് പറ, ഇപ്പൊ ഓർമ്മയുണ്ട്. എന്തോന്നു? എന്റെ പൈൻറ്റിങ്ങോട്ട് കേൾക്കാൻ വേണ്ടി തന്നെ പറയാം. എന്റെ പൈൻറ്റ് അടിച്ച് മാറ്റിയിട്ട് എന്ത് വൃത്തിയാണോ കാണിക്കുന്നത്? ബഹുമാനപ്പെട്ട SI മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താ?
ഞാൻ ഇന്നലെ സ്റ്റേഷൻ വന്നപ്പം എൻ്റെ അരയിൽ നിന്നൊരു പൈൻറ്റ് 2 പോലീസുകാർ കൂടി എടുത്ത് അത് കാണാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് സാറെ പൈൻറ്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വരണമെന്ന് താഴ്മയാ പിടിച്ചോളൂ. ദിനേശനെ വെറുതെ വിടണമെന്നു. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വൃത്തികെട്ട പരിപാടിയായിട്ട് മേലാൽ ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ഇടിച്ച് ഞാൻ കൂമ്പ് പാട്ടിക്കളയും. ദൈവത്തിനാണ് ഞാനൊരു വൃത്തികേടും ചെയ്തത്. ഒരു വൃത്തികേടും ചെയ്യുന്നില്ല. വെള്ളം അടിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? നീ വെള്ളം അടിക്കണ്ട. നീ വെള്ളം അടിച്ചാലും ബഹളാ. അത് തന്നെ കാര്യം. ആഹാ, നിനക്കെന്നാ പറഞ്ഞ കേൾക്കാൻ മേലാത്ത സാറേ? എന്താ വേറെ പണിയൊന്നും എന്താടാ എന്താ നീ പൊറവർക്കുന്നുണ്ടാടാ? നീ പൊറവർക്കുന്നെന്താ? അല്ല, വെള്ളം അടിക്കത്തില്ലെന്ന് പറയായിരുന്നു. നീ അടിക്കണ്ട. അവൻ ഹീറോയുടെ സൈക്കിള് മോഷ്ടിച്ചതും പോരാ. സാറേ അതൊക്കെ പോട്ടെ. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാൻ ഏറ്റു. അല്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങോട്ട് വന്നേ. ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളിയിൽ വിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല. കേട്ടോടാ? കാണാവേ. ഏതാടാ ഇത്? ഓക്കെ സാർ. താങ്ക് യു. കാണാം. ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ പൈൻറ്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനെ ഒന്ന് ഫോൺ ചെയ്യുവാണേ. ശരി. അയ്യോ, സൗണ്ടെങ്ങാനും കേട്ട. ഹലോ ഹലോ, SI സാറാണോ? സാറേ, ഞാൻ രാമൻ നായരാണേ. രാമൻ നായർ, തുണ്ടിപ്പറമ്പ് രാമൻ നായർ. തുണ്ടിപ്പറമ്പ്. സാറേ, എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാ സാറേ. എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല സാറേ. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം. ഒന്ന് മാറ്റിത്തരണം സാറേ. എന്ത് ചെയ്താലും അവർ പോകുന്നില്ല. അതുകൊണ്ടാ. സാറ് പെട്ടെന്ന് വരുമല്ലോ. 10 മിനിറ്റ് കൊണ്ടോ? 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വരണേ, ഞാനവിടെ കാണും. ശരി, ഞാൻ കാണാം. ശരി 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 ശരി, ഞാനവിടെ കാണും കേട്ടോ. നമുക്ക് കാണാം. ചേട്ടാ, പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ. നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. പോലീസുകാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്യുന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടാ. കേട്ടാ, എൻ്റെ പുന്നാരക്കൂട്ടരല്ലേ. ഓക്കെ, താങ്ക്സ്. ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇവിടെ എവിടെയാണ് അവന്മാരുടെ കേന്ദ്രം? ബൈക്ക് പതുക്കെ നിർത്തി നടന്ന് ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക്. ഓക്കേ. പതുക്കെ. ഞാൻ സ്കൂട്ടായേ. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ. പോലീസുകാരെ കൊണ്ട് തോറ്റു. ഇനി ഇവന്മാരെ പിടിക്കുമല്ലോ. ഓടിക്കോളാ, പോലീസ് വരുന്നടാ. പിടിക്കൂടാ. എന്താണ്
എന്നെ പിടിക്കണേ. എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ. അതിന് ഞാനാരോ കൊന്നില്ലല്ലോ, പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നു? നീ ആരെ കൊന്നിട്ടില്ലേ? നീ ആരെ കൊല്ലണ്ടാ? നിന്നെ ഞങ്ങൾ കൊല്ലും. ഈ മഴയത്തിട്ട് ഓടിച്ചതിന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ഞാനും നനഞ്ഞല്ലോ, പിന്നെ ആണോ? നീ ഇങ്ങോട്ട് മാറി നിന്നെടാ. നീ എന്ത് വൃത്തികേടാണോ കാണിച്ചത്? ഞാൻ എന്നെ വൃത്തിയുടെ, നിങ്ങളല്ലേ വൃത്തിയുടെ കാണിച്ചത്? വൃത്തികേട് കാണിച്ചത് ഞാനെന്റെ ഈ വൃത്തിയിട്ട ശരീരം അറയ്ക്കുന്ന ഷർട്ട് നിങ്ങളല്ലേ ഊരിയെടുത്ത്. നിങ്ങൾക്കിപ്പോ എന്താ വേണം? എന്റെ അണ്ടർവെയർ വേണം. ഞങ്ങൾ ആ ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ഞാൻ ബഹളം വെച്ചോണ്ടൊന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത്. ഞങ്ങളെ കണ്ടപ്പോഴോ? പോലീസുകാരെ കണ്ട ഏത് ചീട്ട് കളിക്കാരും ഓടും, അത് പ്രകൃതി നിയമം ആണോ? ആ ചീട്ട് കളിക്കാരെ കൊണ്ട് ശല്യം മൂത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. അവരെ നീ ബഹളം വെച്ച് ഓടിച്ചില്ലടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ചീട്ട് കളിക്കാരെ പിടിക്കണം. നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ? അപ്പൊ അത് ശരി. അപ്പൊ ഏരിയ മുഴുവൻ ചീട്ടുകളിയാണല്ലേ? ആണെന്ന്. ഇതല്ലേ വേറെ സെറ്റും, അതുപോലെ അത് മതി. ഫോളോ മീ. ഇന്ന് അവനെയൊക്കെ പിടിച്ചിട്ട് എന്നാ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടിയിലോട്ട് കയറാം. വണ്ടിയിലോട്ട് കയറാൻ. അയ്യേ, ഇതാണ് ജീപ്പ് കൊണ്ടുവന്നില്ല. ആ ജീപ്പൊന്നുമില്ല, നീ അതിലോട്ട് കയറിയാ മതി. ജീപ്പ് കൊണ്ടുവന്നില്ല? ഇല്ല. ഇതേ ഞാൻ കയറത്തില്ല. എന്താ? ഇതേ വല്ല ഓവർലോഡും വെച്ച വല്ല പോലീസുകാരും പിടിച്ച. ഞങ്ങള് പോലീസുകാരാ, വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല. നീ അങ്ങോട്ട് കയറിക്കേ. നിങ്ങൾ പിന്നെ പോലീസുകാരാണല്ലോ. പോലീസുകാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോ വെക്കാലോ വെക്കാലോ. വണ്ടിയിലോട്ട് കയറാം. അങ്ങോട്ട് കയറിക്കേ. സാറ് കയറിക്കോ. നീ കയറിക്കടാ അങ്ങോട്ട്. ഞാൻ കയറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇടിക്കുന്ന നക്ഷത്രം ഇടിക്കുന്നവരുടെ ചിഹ്നമാണോ സാറേ ഇത്? അന്യന്മാരുടെ ഒക്കെ ഒരു ചീട്ടുകൾ പോക്കില്ലാതെ. വാ ഇങ്ങോട്ട് വാ. സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ? മെട്രോ ക്ലബ്. എന്റെ സാറേ, ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ. അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നല്ലേ. ഇവനെ ഇന്ന് ഞാൻ താൻ പാടും. എന്താണോ നോക്കി നിൽക്കുന്നത്? ഈ വൃത്തിയായിട്ടോ കാണിക്കുന്നത് കണ്ടില്ല? സോറി സാർ. കണ്ടോ, പിടിച്ചു കൊടുത്ത എനിക്ക് അടി, പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും. ഇതാ പറഞ്ഞ പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. നോട്ട് ദ പോയിന്റ്.